ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അജ്മോനും ഇസും ഭക്ഷണം കഴിക്കുകയാണ്. ഇസുവിന് ഉമ്മ ഓരോന്ന് പറഞ്ഞ് വാരി കൊടുക്കുന്നുണ്ട്. നല്ല മന്തി അൽഫാമാണ്. ഞങ്ങളിന്ന് വിരുന്ന് വന്നിക്കുകയാണ്. അപ്പോൾ അവർക്ക് ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. ഹലോ അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ എന്താ ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറെ സ്ഥലമല്ലേ? ഞങ്ങൾ ഇന്നലെ വിരുന്ന് വന്നതാണ്. ഇമ്മാൻ്റെ വീട്ടിലേക്ക് തൂതയാണ്. ഇവിടെ എല്ലാവരും ഒന്ന് കൂടുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ വന്നതാണ്. ഇമ്മയും അജ്മോനും അനിയത്തിയും നേരത്തെ പറഞ്ഞാൽ അവിടെ നിന്ന് നേരിട്ട് ബസ്സുണ്ട്. ഇങ്ങോട്ട് തൂതൊക്കെ നേരിട്ട് ബസ്സുണ്ട് ചെറുപ്പശ്ശേരിക്ക്. അതിൽ ഒരു പോന്നു. ഞാൻ പിന്നെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു മേലാറ്റൂർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജംഷേക്കും മേലാറ്റൂരിൻ്റെ ബസ്സേക്ക് ഞാൻ ഇസു അങ്ങനെ പോന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാൻ പറ്റുമോ ചോദിച്ചാൽ അറിയില്ല. പറ്റുന്നിടത്തോളം ഞാൻ എടുക്കാം. അത്രേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ നീച്ച് ഇന്ന് അർജൻറ്റീനൻ്റെ കളിയുണ്ട്. അത് കാണാൻ വേണ്ടി എല്ലാവരും ഇവിടെ കൂട്ടം കൊടുക്കണം. അപ്പോൾ വന്നോക്കിയതാണ്. പിന്നെ വേറെന്താ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മക്കളൊന്നും നീച്ചിട്ടില്ല, അജ്മോനും ഇസൊന്നും നീച്ചിട്ടില്ല. ഉമ്മാരൊക്കെ അവിടെ അടുക്കളയിലുണ്ട്. മുത്തമ്മയും അമ്മാരും ഉമ്മയും അമ്മായികളെല്ലാവരും ഉണ്ട്. ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെന്താ, വിശേഷങ്ങളൊക്കെ കണ്ടാലോ? അപ്പോൾ താരത്തിന് കളിയൊക്കെ കഴിഞ്ഞ് വന്നിക്കണം. ഹാഫ് ടൈം ആയപ്പോൾ എല്ലാവരും ഇവിടെ നീച്ചിരിക്കണം. ഞാൻ മക്കളൊന്നും നീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കട്ടെ എഴുതിയിട്ട് നല്ല ചൂട് കടലക്കറിയും ദോശയൊക്കെ ഉണ്ട്. ഇത് കഴിച്ചാട്ടെ. ഞങ്ങളിവിടെ എല്ലാവരും ഹാളിൽ ഇങ്ങനെ നിരക്കനെ കടന്നിരിക്കുന്നു. സപ്പുത ഇവിടെ കിടക്കുന്നു. അജ്മോന് ഇതാ, പിന്നെ അവിടെ വേറൊരു കടന്നൊക്കെയായിരുന്നു. ഞങ്ങളെ മന്നാസൊക്കെ കളിയിൽ ഇങ്ങോട്ട് മുഴുകിയിരിക്കുകയാണ്. കളി എന്തായെന്ന് അറിയാതെ അവിടെ നീക്കണേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് അർജൻറ്റീന ജയിച്ചത്. അതായപ്പോഴാണ് നോക്കൊന്ന് സമാധാനമായിക്കണേ. അതിനൊരു ശ്രദ്ധ പോവാതെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ മുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, വീഡിയോ എടുക്കും വേണം, എന്നാൽ ആരും കാണിക്കാനും പറ്റൂല. അതുപോലെയാണ് എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ വന്നു, ഫോണുമ്മയാണ്. എല്ലാവരും ഫോണാണ്. അവിടെ ഒക്കെ ഫോണാണ്. ഫോണിൻ്റെ ആവശ്യം നമുക്ക് ഫോൺ വേണമല്ലേ? കുട്ടികൾക്ക് ഫോൺ വേണം. ഫോൺ വന്നിട്ട് പിന്നെ അതാ ഇവിടെ എല്ലാവരും ഇരുന്ന് സംസാരത്തിലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഓരോ വർത്തമാനത്തിൽ. അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്ത് പോയത്, എന്തോ ആവശ്യത്തിന് അവിടെ പുറത്ത് പോയതാണ്. അപ്പോഴാണ് മന്നാസ് വീഡിയോസൊക്കെ എടുത്ത് നടക്കിയിരുന്നു എൻ്റെ ഫോൺ കൊണ്ടിട്ട്. ഞാൻ ഇവിടെ എന്തോ കാര്യമായിട്ട് എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും സഹബാസും കുട്ടിയൊക്കെ. അപ്പം മന്നാസിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കൊണ്ട് പോയിട്ട് മന്നാസ് ഇതിനൊക്കെ പോയി ഓരോ വീഡിയോസ് എല്ലായിരുന്നു. കുറേ ആൾക്കാരെ ഫേസ് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഇതിൽ കട്ടിങ് കൊടുത്തിട്ടാണ് ഇട്ടേക്കണത്. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, കുട്ടികളും. ഇച്ചാണെങ്കിൽ കുട്ടീനെ ഇസുവിനെ പുറത്ത് വിടാനിന് പേടി. കാരണം ഓൻ ചെറിയ കുട്ടികളെ കണ്ടോലും ഒരു സ്നേഹിച്ച് പിടിച്ചേക്കരം. അപ്പോൾ ഓന് കടിക്കും, പിന്നെ നുള്ളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഓനെ ഇറക്കി പിടിച്ച് നിൽക്കുന്നു. പിന്നെ അടുക്കളയിൽ അമ്മായിയും മമ്മിയും ഒലാരൊക്കെയുടെ അടുക്കളയിൽ ഓരോ പരിപാടികളും, തേങ്ങാച്ചോറും ബീഫും പപ്പടമൊക്കെ ഇരുന്നു. പിന്നെ നല്ല പായസം ഉണ്ടായിരുന്നു, ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു. പായസം അടിപൊളിയായിരുന്നു, എന്തോ ടേസ്റ്റ്. ഞങ്ങളൊക്കെ ഒരുപാട് ഗ്ലാസ് കുടിച്ചു. പിന്നെ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും തേങ്ങാച്ചോറും ഇതൊന്നും ഇഷ്ടമല്ലല്ലോ അല്ലേ? ഒക്കെ ബിരിയാണി, നെയ്ച്ചോറ്, മന്തി അങ്ങനെയൊക്കെ അല്ലേ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ കൂട്ടം കൂടി വർത്താനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അമ്മോന് കുട്ടീനെ കളിപ്പിച്ചും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഓരോരോ കൂട്ടത്തിൽ കൂടി ആയിരുന്നു. ചെറിയ അമ്മോനാണത്. അമ്മോന് കുട്ടികളെ പൂച്ചേനെ എടുത്താക്കുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന പൂച്ചയാണ്, നാടൻ പൂച്ചയാണ്. എന്തോ ഒരു ഭംഗിനെ കാണാൻ, തൊപ്പൊക്കെ ഉള്ള പൂച്ചയാണ്. അപ്പോൾ അതിനിങ്ങനെ കാട്ടി കൊടുക്കുന്നു കുട്ടികൾക്ക്.
പിന്നെ അതാ റൂമിൽ ലൈറ്റൊക്കെ എടുത്ത് നല്ല സംസാരമായി എല്ലാവരും. മക്കൾ ഉറക്കണൊക്കെ തിരക്കിയിരുന്നു, ചെറിയ മക്കളില്ല ഓരോ ഉറക്കമൊക്കെ ആയിരുന്നു. പിന്നെ ലൈറ്റൊക്കെ എടുത്ത് അങ്ങനെ ഓരോ വർത്താനം തൊഴിൽ. പിന്നെ മക്കൾ ചോറ് കഴിച്ചു. മക്കളവിടെ കളിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ മേമ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഓലെല്ലാവരും ഉമ്മാരെല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. ഇത് മേമാൻ്റെ പേരക്കുട്ടികളാണ്. ഇവരൊപ്പം ഇങ്ങനെ ഇസ് പിന്നാലെ പോയിരുന്നു. അവർ സ്നേഹം കൊണ്ടാണ് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നല്ല കളിയിലായിരുന്നു. കുട്ടികളും കാക്കോളം കളിച്ചിരുന്നത്. പിന്നെ അതിൽ കൂടി വലിയവരും കൂടി അത് നല്ല രസമായി കളി. അമ്മൂനും പിന്നെ മൂത്തമ്മാരുടെ മകനും എല്ലാവരും പാടെ കൂടിയിട്ട് അതൊരു കളിയായി. അങ്ങനെ ആ ടൈം നല്ല സ്പെൻഡ് ചെയ്ത് എല്ലാവരും. ഇത് ഒരാൾ സിനിമൻ്റെ പേര് പറഞ്ഞു തരും ചെവിയിൽ, മറ്റുള്ളവർ കേൾക്കാതെ. അത് ആക്ഷൻ കൊണ്ട് നമ്മൾ കാട്ടിക്കൊടുക്കണം. എനിക്ക് കിട്ടുന്ന ഉപ്പ് കണ്ട ബ്രദേഴ്സ് എന്നുള്ള സിനിമേൻ്റെ പേരായിരുന്നു. അത് ഞാൻ പല ആക്ഷനോണ്ടും പല പേരും അതും ഇതൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞിട്ടും കിട്ടണില്ല, പറയാനും പറ്റൂലല്ലോ. പിന്നെ അവിടുന്ന് മേമാൻ്റെ മരുവളാണ് ആ പേര് പറഞ്ഞത്. അപ്പം ഞാൻ കഴിച്ചിലായി. പിന്നെ എല്ലാവരും അങ്ങനെ ഇട്ട് പറഞ്ഞ് പിന്നെ ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഓരോരുത്തർ പോക്ക് കൊടുത്തി. പിന്നെ ഞങ്ങൾ പോന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബസ്സിൽ നിന്ന് 8ൻ്റെ പണിയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ മകനായിട്ട്. ഇസാപ്പ് ഈ ഇരിക്കണ ഇസാപ്പൊന്നും അല്ലേനും. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വാശിയും കുറുമ്പായിരുന്നു. ഓന് ബസ് വേണ്ട, ഇബ്ബാൻ്റെ വണ്ടി മതി പറഞ്ഞ പേരും കരച്ചിലായിരുന്നു. എന്തായാലും